ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രേവതിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും എല്ലാം സീസണാണല്ലോ. അപ്പോൾ നമുക്ക് ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്, 2 മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചക്കക്കുരു ഒന്ന് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ അതുപോലെ തന്നെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്കിൻ കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. നമുക്കിനി ചക്കക്കുരു ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം. കൈകൊണ്ട് കട്ട് ചെയ്താൽ മതി. ഞാനിപ്പം കാണിക്കാനായിട്ട്, ഷേപ്പ് കാണിക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. കട്ടിംഗ് പാടൊന്നും യൂസ് ചെയ്യണമെന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ എടുക്കാവുന്നതാണ്. ഞാൻ എടുത്ത മാങ്ങ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാഫാണ് എടുത്തിരിക്കുന്നത് മാങ്ങയുടെ. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത്, ഏതാ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പാത്രം അത് എടുത്ത് വെക്കുക. ഞാൻ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചൂടായതിന് ശേഷം അതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. 2 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചക്കക്കുരു ഒരു പകുതി മൊത്തമായിട്ട് വേകണ്ട, ഒരു 1/4 ഭാഗത്തോളം വെന്ത് വരുന്നത് വരെ അടച്ചു വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആ സമയം നമുക്ക് ചക്കക്കുരു വെന്തോ നോക്കാം. വെന്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് അരപ്പിങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. പകുതി കൂടുതലധികം വേവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മാങ്ങയുടെ ഹാഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. മാങ്ങയും മുരിങ്ങയ്ക്കയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വേവായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം.
അരപ്പെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ഇരുന്ന് കുറുകും. അപ്പോൾ അതിനായിട്ട് ഒത്തിരി ചാറ് വേണമെന്നുള്ളവർ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. അതിനായിട്ട് ഒരു ചെറിയ കടായി അടുപ്പിന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുമന്ന മുളകും കറിവേപ്പിലയും കുറച്ച് ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉലുവയും കൂടെ ഒരു പിഞ്ച് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി അത്യാവശ്യം മൂത്ത് വരുന്നുണ്ടേ നമുക്ക് ഇനിയും ആ കടുക് വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ചോറെല്ലാം ഈ കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.